നമ്മുടെ നൗഫൽ സുഹൃത്തിൻ്റെ റംസാൻ്റെ ഒരു ഗിഫ്റ്റ്. അപ്പോൾ അത് കുറച്ച് വാലും കുറച്ച് ഇറച്ചിയായിട്ട് അത് വെച്ചൊരു ഉഗ്രൻ മസാലയില്ലാത്ത റെസിപ്പി. നമുക്ക് അധികം മസാലയൊന്നും വേണ്ട. കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ലെയറായിട്ട് ഒരു 3-4 ലെയർ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മസാലകൾ അങ്ങോട്ട് ആഡ് ചെയ്യാം. മസാലകളെന്ന് പറയുമ്പോൾ ഒരുപാട് മസാലയൊന്നും വേണ്ട. പിന്നെ അത് ഇതുപോലെ വെളുത്തുള്ളി ഒരെണ്ണം മുഴുവനായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. പക്ഷെ അത് ലാസ്റ്റ് കിട്ടിയില്ല കേട്ടോ, അത് പിന്നെ അവസാനം പറയാം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് ജീരകപ്പൊടി, പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇടുക്കി ഗോൾഡ് ഈ കുരുമുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പക്ഷേ ഞാനത് കാണിച്ചില്ല. ഒരു വേപ്പലയും കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 7 വിസിൽ കഴിഞ്ഞിട്ട് ഇതുപോലെ എടുക്കണം. ഇങ്ങനെ ഇരിക്കും, ഇതാണ് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഒന്ന് ഇളക്കി ഒന്നോടൊന്ന് ചൂടാക്കി എടുക്കണം. തിളച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് മല്ലിയില പുതിനയില ഇതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ട് സെർവ് ചെയ്യുക. ഇതുപോലെ ഇരിക്കും. തിക്ക് ഗ്രേവിയൊന്നും വേണ്ട. കാണുമ്പോഴൊക്കെ ഇങ്ങനെ തോന്നും, പക്ഷേ അസാധ്യ ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞ വെളുത്തുള്ളി നമ്മൾ മുഴുവനോട് ഇട്ടില്ലേ, അത് നമുക്ക് കിട്ടിയില്ല കേട്ടോ. അതങ്ങ് ഇളകിയപ്പോൾ മൊത്തത്തിൽ അലിഞ്ഞ് തീർന്നു പോയി. പിന്നെ ആ ബ്രെഡിനകത്തോട്ട് എടുത്ത് വെച്ചത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എൻ്റെ പൊന്നോ, പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ടേസ്റ്റാണ്. ആ ബ്രെഡും ആ ഒരു ബീഫായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ, അസാധ്യ ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ. ബീഫൊക്കെ നല്ല പുട്ട് പോലെ വെന്തിട്ടുണ്ട് കേട്ടോ, അസാധ്യ ടേസ്റ്റ്. പിന്നെ നമ്മുടെ സുഹൃത്തിന് ഈ മസാല ഒന്നും അധികം ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു. പക്ഷെ അവനത് കഴിച്ചിട്ട് അവനും പറഞ്ഞു സൂപ്പർ അളിയാ, നിങ്ങളൊരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം കേട്ടോ, അസാധ്യ ടേസ്റ്റാണ്. ആ എല്ലും കഷ്ണമായിട്ട് ഇങ്ങനെ വായി വെച്ചങ്ങോട്ട് വലിച്ചൂറി കഴിക്കണം. എൻ്റെ പൊന്നോ, സൂപ്പർ. പിന്നെ ഒട്ടും താമസിച്ചില്ല, ലാസ്റ്റ് വന്ന ലാസ്റ്റല്ല, കുറച്ച് ഗ്രേവി എടുത്തങ്ങ് മുക്കിയും കുടിച്ചു. പൊളി. പിന്നെ രാവിലെ പുട്ടിൻ്റെ കൂടെ രാവിലെ ആയപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് മാറി കേട്ടോ. ആ പുട്ടും ബീഫുമായിട്ട് പൊളി സാധനമായിരുന്നു, അടിപൊളി. പിന്നെ നമ്മുടെ മറ്റൊരു സുഹൃത്ത് വന്നു വെച്ചാൽ അവന് കുറച്ചേ കിട്ടിയുള്ളൂ. അവന് കുറച്ച് സാധനം കിട്ടുള്ളൂ. അവനും ടേസ്റ്റ് ചെയ്തു. അവനും പറഞ്ഞു കുഴപ്പമില്ല, അടിപൊളിയാണെന്ന് പറഞ്ഞു. നിങ്ങൾ വെച്ച് നോക്കണം കേട്ടോ.